ഇഞ്ചക്കുണ്ട് ഗ്രാമത്തിന്റെ കുടിയേറ്റ വജ്രജൂബിലി ആഘോഷങ്ങൾ ജൂൺ 1 സമാപിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 4 ഇഞ്ചക്കുണ്ട് ലൂർദുമാതാ സ്കൂൾ അങ്കണത്തിൽ ചേരുന്ന സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ആദ്യകാല കുടിയേറ്റക്കാരോടൊപ്പം പാല, രാമപുരം പ്രദേശങ്ങളിൽ നിന്ന് ഇഞ്ചക്കുണ്ടിലെത്തിയവരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ. ബിന്ദു ആദരിക്കും. സനീഷ് കുമാർ ജോസഫ് MLA സോവനീർ പ്രകാശനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യപ്രഭാഷണം നടത്തും. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, ഇഞ്ചക്കുണ്ട് ലൂർദുമാതാ ഇടവക വികാരിയും സംഘാടക സമിതി രക്ഷാധികാരിയുമായ ഫാദർ സെബിൻ എടാട്ടുകാരൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റോസലി തോമസ്, പഞ്ചായത്ത് അംഗങ്ങളായ ബേനസീർ മൊയ്തീൻ NP, അഭിലാഷ്, ഗീത ജയൻ, സംഘാടക സമിതി ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ, ജനറൽ കൺവീനർ റോയ് കാരേക്കാട്ട് എന്നിവർ സംസാരിക്കും. തുടർന്ന് ഫാദർ ബാബു ചേലപ്പാടൻ രചനയും ജോണി മലയാറ്റൂർ സംവിധാനവും നിർവഹിച്ച ഇഞ്ചക്കുണ്ട് കലാവേദിയുടെ തച്ചിൽ മാത്യുതരകൻ എന്ന നൃത്തസംഗീത നാടകം അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ബേബി മാത്യു കാവുങ്കൽ, ജനറൽ കൺവീനർ റോയ് കാരേക്കാട്ട്, ജോഗുര്യൻ മഞ്ഞാടിക്കൽ, സതീശൻ ഇടമറ്റത്ത് എന്നിവർ പങ്കെടുത്തു. പിന്നെ പരിപാടിയിൽ വരന്തരപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ആ 2 പഞ്ചായത്തിൽപ്പെട്ട വാർഡ് മെമ്പർമാര്, പിന്നെ രക്ഷാധികാരി ഫാദർ സിബിൻ എടാട്ടുകാരൻ എന്നിവര് സംബന്ധിക്കുന്നു. ഈ ആദരവും സമ്മേളനവും ഉദ്ഘാടനം സുവനീർ പ്രകാശനത്തിന് ശേഷം ഇഞ്ചക്കുണ്ട് കലാവേദി അവതരിപ്പിക്കുന്ന തച്ചിൽ മാത്യു തരകൻ എന്ന നൃത്ത സംഗീത നാടകം ഉണ്ടായിരിക്കും. അതിന്റെ രചന ബാബു ചേലപ്പാടൻ ഫാദർ, സംവിധാനം ശ്രീ ജോണി മലയാറ്റൂര്. ഈ നാടകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 60-ൽ പല കലാകാരന്മാരുണ്ട്. ശരിക്കും 3 സ്റ്റേജിലാണ് നടത്തപ്പെട്ടത്. ഇതിനു മുമ്പ് ഞങ്ങളവിടെ ഒരു നാടകം നടത്തിയ ദേവസ്വത്തിലുള്ള അതേപോലത്തെ ആ സംവിധാനം തന്നെയാണ്. എല്ലാം അതേ രീതിയിൽ തന്നെയാണ് പ്രൊഫഷണൽ നാടകം പോലെ. നാടകം ഒരു 3 സ്റ്റേജ് മാറ്റി ഇത് ബാക്കിൽ നമ്മള് LED പാടിലാണ്. അപ്പം നമുക്ക് 3 സ്റ്റേജിന് പകരം ഒരൊറ്റ സ്റ്റേജ് മതി. പക്ഷെ കലാകാരൻ 2.5 മണിക്കൂറുണ്ട്. വലിയ നാടകമാണ്, ചരിത്ര നാടകമാണ്. അപ്പം എല്ലാവരും നാടകത്തോടുള്ള ഒരു വിലക്ക് ചെറുപ്രാർത്ഥ്യം ഇപ്പം പിള്ളേരെയൊക്കെ ഞങ്ങൾ പങ്കെടുപ്പിക്കുമെന്നാണ്. എല്ലാവരും ആവേശം കൊടുക്കാൻ വേണ്ടി കൂടിയാണ് നാടകം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പരിപാടികളെല്ലാം നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകണം. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ, കാലാവസ്ഥാ പ്രതിസന്ധി ഉണ്ടെങ്കിലും പന്തലിട്ടായിരിക്കും പരിപാടി എന്തായാലും നടക്കും. ഈ കാലവർഷം വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല. അത് വലിയ ആഴ്ചകൾ നോക്കിയിട്ട് നമുക്ക് നീട്ടി വെക്കണമെങ്കിൽ അന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതേപോലെയൊക്കെ ആണെങ്കിൽ നമ്മൾ നടത്തിയിരിക്കും, പന്തലിട്ടിരിക്കും, കസേരയിട്ടിട്ട് നല്ല രീതിയിൽ നടക്കും. അപ്പോൾ അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തുണ്ടാകും. എല്ലാവരെയും സാധനം ക്ഷണിച്ചു കൊടുക്കും. ആളുകളൊക്കെയാണ് 33 കുടുംബങ്ങളിലെ ആ കാരണന്മാരെ കൂടെ അന്ന് ഇവിടെ അവരെ മക്കള് ചിലവൊക്കെണ്ടായിരുന്നു. വരുമ്പോൾ അവരാണ് നമ്മള് 33 പേര് കുടിയേറ്റ വജ്രജൂബിലി ആഘോഷങ്ങളുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ സമാപനം ഈ ജൂൺ മാസം 1-ാം തീയതി 4 മണിക്കെന്നാണ് ഇതിൽ വെച്ചിരിക്കുന്നതെങ്കിലും 5 മണിക്കാണ് ഈ കാലവർഷം. 5 മണിക്ക് ലൂർദുമാതാ സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ശ്രീ റോഷി അഗസ്റ്റിൻ, കേരള ജലവിഭവ മന്ത്രി. ഇഞ്ചക്കുണ്ട് കുടിയേറ്റത്തിൽ അന്ന് വന്ന 33 കുടുംബങ്ങളിൽപ്പെട്ട അവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. പക്ഷെ അവരോടൊപ്പം വന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകളെ ആദരിക്കുന്നു. 20ഓളം പേരെ ആദരിക്കുന്നുണ്ട്. കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ. ബിന്ദുവാണ്. അധ്യക്ഷം വഹിക്കുന്നത് സ്ഥലത്തെ MLA KK രാമേന്ദ്രനാണ്. ചരിത്രം സുവനീറായി നമ്മൾ പ്രകാശനം ചെയ്യുന്നത് അമ്മവീട് ഇഞ്ചക്കുണ്ടുകാരനായ രാരപ്പള്ളി MLA TJ സനീഷ് കുമാറാണ്. പിന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഞങ്ങളുടെ ഡിവിഷൻ
ജില്ലാ പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ VS പ്രിൻസാണ്. പിന്നെ പരിപാടിയിൽ മലത്തിലപ്പള്ളി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാര്, ആ 2 പഞ്ചായത്തിൽപ്പെട്ട വാർഡ് മെമ്പർമാര്, പിന്നെ ഇതിന്റെ രക്ഷാധികാരി ഫാദർ സിബിൻ കരാട്ടുകാരൻ എന്നിവര് സംബന്ധിക്കുന്നു. ഈ ആദരവും സമ്മേളനവും ഉദ്ഘാടനം സൂര്യ പ്രകാശനത്തിന് ശേഷം ഇഞ്ചക്കുണ്ട് കലാവേദി അവതരിപ്പിക്കുന്ന തച്ചിൽ മാത്യു തരകൻ എന്ന നൃത്ത സംഗീത നാടകം ഉണ്ടായിരിക്കും. അതിൻ്റെ രചന ബാബു ചേരപ്പാടൻ സാറ്, സംവിധാനം ശ്രീ ജോണി മലയാറ്റൂര്. ഈ നാടകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 60-ൽ പരം കലാകാരന്മാരുണ്ട്. ശരിക്കും ഇത് 3 സ്റ്റേജിലാണ് നടത്തപ്പെട്ടത്. ഇതിനു മുമ്പ് ഞങ്ങളവിടെ ഒരു നാടകം നടത്തിയ ദേവസ്വത്തിലുള്ള അതേപോലത്തെ ആ സംവിധാനം തന്നെയാണ്, എല്ലാം അതേ രീതിയിൽ തന്നെയാണ്. LED പാളിലാണ്. അപ്പം നമുക്ക് 3 സ്റ്റേജിന് പകരം ഒരൊറ്റ സ്റ്റേജ് മതി. പക്ഷെ കലാകാരൻ 2.5 മണിക്കൂറുണ്ട്. വലിയ നാടകമാണ്, ചരിത്ര നാടകമാണ്. അപ്പോൾ എല്ലാവരും നാടകത്തോടുള്ള ഒരു വിലക്ക് ചെറുപ്രാർത്ഥ്യം ഇപ്പം പിള്ളേരെയൊക്കെ ഞങ്ങൾ പങ്കെടുപ്പിക്കുമെന്നാണ്. എല്ലാവരും ആവേശം കൊടുക്കാൻ വേണ്ടി കൂടിയാണ് നാടകം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പരിപാടികളെല്ലാം നിങ്ങളുടെ സഹായ സഹകരണം ഉണ്ടാകണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചുവടെ രേഖപ്പെടുത്തുമല്ലോ. നാട്ടുവിശേഷങ്ങളുടെ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.